ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM. സാഹിത്യവേള. സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. കാലത്തിൻ്റെ കലണ്ടറിൽ നിന്ന് മറ്റൊരു വർഷം കൂടി കൊഴിഞ്ഞു വീഴുകയാണ്. പുതിയൊരു പ്രഭാതത്തിലേക്കും പുതിയൊരു വർഷത്തിലേക്കും നാം കണ്ണു തുറക്കുമ്പോൾ ഉള്ളിൽ നിറയുന്നത് പ്രതീക്ഷകളാണ്. പോയ വർഷം നമുക്ക് തന്ന അനുഭവങ്ങൾ, പാഠങ്ങൾ, ചെറിയ നൊമ്പരങ്ങൾ, വലിയ സന്തോഷങ്ങൾ, ഇവയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം നാം ഈ നവവത്സരത്തെ വരവേൽക്കാൻ. അതിരുകളില്ലാത്ത ആകാശവാണിയുടെ ഈ തരംഗദൈർഘ്യത്തിലൂടെ ലോകത്തിൻ്റെ വിവിധ കോണുകളിലിരുന്ന് ഇത് കേൾക്കുന്ന ഓരോ ശ്രോതാവിനെയും ഈ പുതുവത്സരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓരോ പുതുവർഷവും നമുക്ക് മുന്നിൽ വയ്ക്കുന്നത് ഒരു വെള്ളക്കടലാസാണ്. അവിടെ എന്തെഴുതണം എന്നത് നമ്മുടെ തീരുമാനമാണ്. സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും നന്മകൾ കൊണ്ടും ആ പേജുകൾ നമുക്ക് നിറയ്ക്കാം. നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറകു വിരിക്കാനും ലക്ഷ്യങ്ങളിലേക്ക് കൂടുതൽ കരുത്തോടെ കുതിക്കാനും ഈ വർഷം നമുക്ക് സാധിക്കട്ടെ. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സാഹിത്യവേളയിൽ സിന്ധു തോമസ് അവതരിപ്പിച്ച ഒരു കഥയാണ്. കഥയുടെ പേര് ഒറ്റനോട്ട്. ഒരു നോട്ട് കയ്യിൽ കിട്ടിയാൽ അതിലെ അക്കത്തേക്കാളേറെ അതിൻ്റെ ഗന്ധമാണ് മാർട്ടിനെ ആകർഷിക്കാറുള്ളത്. നോട്ട് മൂക്കിനോട് ചേർത്ത് വല്ലാതെ ആവേശത്തോടെ അതിൻ്റെ ഗന്ധം രുചിക്കുക മാർട്ടിൻ്റെ പതിവായിരുന്നു. എന്തെല്ലാം ഗന്ധങ്ങളാണ് ഓരോ നോട്ടും കൊണ്ടുവരുന്നത്. ചെത്തുകാരൻ രാഘവൻ ചീപ്പ് വാങ്ങിയിട്ട് തരുന്ന നോട്ടിന് കള്ളിൻ്റെ ലഹരി കലർന്ന ഗന്ധം. മീൻകാരൻ മമ്മൂഞ്ഞ് തരുന്ന നോട്ടിന് പച്ചമീനിൻ്റെ ഗന്ധം. രാഗിണിയക്കൻ ചാന്തും പൊട്ടും വാങ്ങിയിട്ട് തരുന്ന നോട്ടിന് പല വിയർപ്പുകൾ ചേർന്ന് പടർത്തുന്ന സങ്കരഗന്ധം. അങ്ങനെ എത്രയെത്ര ഗന്ധങ്ങൾ. പൂവ്, നെയ്യ്, നറുതേൻ, കുന്തിരിക്കം, പെർഫ്യൂം, അത്തർ, വീടിപ്പുക. ദിവസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 ദിവസത്തിലൊരിക്കലോ അതുമല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലോ മാത്രം തൻ്റെ കൈകളിൽ വന്നെത്തുന്ന ഏതാനും നോട്ടുകളെ അയാൾ അത്രമേൽ സ്നേഹിച്ചിരുന്നു. അൽപായുസിൻ്റെ കണക്ക് പുസ്തകത്തിലാണ് തൻ്റെ സ്നേഹത്തിൻ്റെ വിലയെന്ന് അറിയാതെയല്ല. അക്കങ്ങൾക്കും മൂല്യങ്ങൾക്കും അപ്പുറം പല കൈകൾ മാറി ബഹുദൂരം താണ്ടി തൻ്റെ കൈകളിൽ തൽക്കാലത്തേക്കെങ്കിലും എത്തിച്ചേർന്നിരിക്കുന്ന നോട്ടുകളെ, അതിൻ്റെ ഗന്ധത്തെ ഏറെ നാളുകളിലെ കാത്തിരിപ്പിന് ശേഷം കയ്യിൽ കിട്ടിയ കടിഞ്ഞൂൽ സന്താനത്തെ എന്ന പോലെ അപ്പോഴെല്ലാം അയാൾ ഏറ്റുവാങ്ങും. പിന്നെ നെറുകയിൽ എന്ന പോലെ അമർത്തി ചുംബിക്കും. ആ ഗന്ധം അയാളെ അപ്പോഴൊക്കെ വല്ലാതെ ഉന്മത്തനാക്കും. ഇടവഴിത്തുണ്ടിലൂടെയുള്ള മാർട്ടിൻ്റെ അന്നത്തെ യാത്ര ദുഷ്കരമായിരുന്നു. ഒരു മുറിയിൽ അടുക്കി വയ്ക്കാവുന്നത്ര സാധനങ്ങൾ തലയിലും കയ്യിലുമായിട്ടുണ്ട്. കത്തുന്ന പകൽ, തൊണ്ട വരളുന്നുമുണ്ട്. രാവിലെ മുതൽ ഓരോ വീടും കയറിയിറങ്ങിയിട്ടും കാര്യമായ കച്ചവടമൊന്നും നടന്നിട്ടില്ല. തലയിലും കയ്യിലുമുള്ള പാക്കറ്റുകളിലായി അത്യാവശ്യം വേണ്ട വീട്ടുപകരണങ്ങളും ചില്ലിട്ടതും അല്ലാത്തതുമായ ചിത്രങ്ങളും കളിപ്പാട്ടങ്ങളും ചാന്തും പൊട്ടുമെല്ലാം ഉണ്ട്. മുൻപത്തെ പോലെ മാർട്ടിൻ്റെ സാധനങ്ങൾക്ക് ആവശ്യക്കാരില്ല. പണ്ടൊക്കെ മാർട്ടിൻ വരുന്ന ദിവസം നോക്കി വീട്ടമ്മമാരും കുട്ടികളും കാത്തിരിക്കുമായിരുന്നു. തന്നെ കാണുമ്പോൾ കാത്തിരിഞ്ഞ് മുഷിഞ്ഞതിൻ്റെ പരിഭവം പറഞ്ഞവർ ഇന്ന് ശല്യക്കാരനായി തന്നെ മുദ്ര കുത്തുന്നു. തനിക്ക് ഈ പണി നിർത്തി വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടി? കാലം മാറിയിടൂ. പഴയ പോലെ ഒന്നുമല്ല. വീട്ടിലിരുന്ന് ഓർഡർ ചെയ്താൽ മതി. പറയുന്ന സാധനങ്ങൾ പിള്ളേർ വീട്ടിലെത്തിക്കും. നാടോടുമ്പോൾ നടുവേ. വാക്കുകൾ കിട്ടാതെ സ്ഥിരയിടങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ മുൻപിൽ വീണ്ടും 4 വയറുകൾ, 4000 ആവശ്യങ്ങൾ. ഇടവഴി തൊണ്ടിറങ്ങി തീരുന്നിടത്ത് മെയിൻ റോഡ് തുടങ്ങുന്നു. റോഡിന് തീ പിടിക്കുമോ? തീ പിടിച്ച പകൽ ചൂടിലയാൾ ഓരം ചേർന്ന് നടന്നു. റോഡിലൂടെ ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ ബാഗുകളും തൂക്കി തലങ്ങും വിലങ്ങും പായുന്ന മോട്ടോർ ബൈക്കുകൾ. അതിൽ ജീവിതത്തിനായി പണിയെടുക്കുന്ന ചെറുപ്പക്കാർ. താൻ ഈ കാലത്തിന് പറ്റിയ ആളല്ല എന്നയാൾക്ക് അപ്പോഴൊക്കെ തോന്നാറുണ്ട്. കുതിക്കുന്ന കാലത്തിനൊപ്പം മുടന്തി നടന്നാൽ എവിടെ വരെ എത്താൻ? അപ്പനായി തുടങ്ങിയ കച്ചവടമാണ്. കൂടെ നടക്കാൻ പ്രാപ്തിയായ കാലം മുതലേ താനുമുണ്ട്. അന്നൊക്കെ എന്ത് രസമായിരുന്നു. ഓരോ വീട്ടിലും കയറി തിണ്ണയിലിരുന്ന് കെട്ടഴിച്ച് സാധനങ്ങൾ വിറ്റ് സംഭാരമോ ചായയോ ഒക്കെ കുടിച്ച് നാട്ടുവർത്താനങ്ങൾ പറഞ്ഞ് സന്തോഷത്തോടെ ഇറങ്ങിപ്പോന്നിരുന്ന കാലം. പണം വാങ്ങിയിരുന്നത് മാർട്ടിനാണ്. മോനെ മാർട്ടി, വേണ്ട, അതിലെന്തൊക്കെ അഴുക്കുകൾ കാണും. നോട്ടുകൾ മൂക്കിനോട് ചേർത്ത് മണക്കുന്നത് കാണുമ്പോൾ അപ്പച്ചൻ പറയും, അഴുക്കോ? മിഠായി, കളിപ്പാട്ടങ്ങൾ, എന്തു വേണമെങ്കിലും കാശ് വേണം. പലപ്പോഴും തോന്നിയതല്ലാതെ അപ്പച്ചനോട് തർക്കിക്കാൻ പോയിട്ടില്ല.
അന്നത്തെ പോലെ അല്ലിപ്പോൾ. എല്ലാ വീടുകൾക്കും വലിയ മതിലും അതിന് ചേർന്ന് ഗേറ്റുമുണ്ട്. കയറി ചെല്ലാനാവാത്ത അവസ്ഥ. കയറി ചെന്ന് ബെല്ലടിച്ചാൽ തന്നെ കാണുന്ന മുഖങ്ങളിൽ ഒരു താല്പര്യക്കുറവ്. അവർക്ക് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാണുന്നത് പോലെ. മാർട്ടിൻ ഒരു വെയിറ്റിംഗ് ഷെഡിൽ ചുമടിറക്കിയിരുന്നു. കൊടും ചൂടിൽ അയാളൊന്നു മയങ്ങി. റോഡ് വാഹനങ്ങളുടെ പാച്ചിലിൽ ഇരുമ്പുന്നുണ്ടെങ്കിലും കൺപോളകൾ ഭാരമേറി അടയുന്നു. എത്ര നേരം അങ്ങനെ ഇരുന്നു എന്നറിയില്ല. ഉറക്കത്തിൽ എത്രയെത്ര കാഴ്ചകളാണ് അകക്കണ്ണിൽ തെളിഞ്ഞത്. ഗ്രാമത്തിലെ വീട്, അതിൻ്റെ ഇന്നത്തെ പരിതാപകരമായ അവസ്ഥ. പട്ടിണിയോട് പടവെട്ടുന്ന ഭാര്യ, നിറം മങ്ങിയ ചിത്രങ്ങൾ പോലെ 2 പെൺമക്കൾ. കണ്ണു തുറന്നപ്പോഴേക്കും വെയിൽ ചാഞ്ഞിരുന്നു. വായുവിൽ നിറയെ പൊടിപടലങ്ങൾ പാറി നടക്കുന്നു. നേർത്തൊരു കാറ്റ് തണുപ്പിച്ചയാളെ കടന്നുപോയി. തന്നെ കൂടാതെ വെയിറ്റിംഗ് ഷെഡിൽ മറ്റൊരാൾ കൂടിയുണ്ടെന്ന് മാർട്ടിൻ തിരിച്ചറിഞ്ഞു. ഒരു ഭിക്ഷക്കാരനാണ്. അയാളുടെ കയ്യിലെ പാത്രത്തിൽ നിറയെ നോട്ടുകൾ. എത്രയെത്ര ഗന്ധങ്ങളായിരിക്കും ആ നോട്ടുകൾക്ക്. വീടിനെ പറ്റിയുള്ള ഓർമ്മ അയാളുടെ മനസ്സിന്റെ ഭാരമേറ്റി. വീട്ടിലേക്കൊന്ന് വിളിക്കണമെന്ന് തോന്നി. കട്ടകളിൽ അക്കങ്ങൾ മാഞ്ഞ പഴയ ഫോണിൽ ഭാര്യയുടെ 3 മിസ്ഡ് കോളുകൾ. അവൾ വിളിക്കുന്നതിന്റെ കാര്യം അറിയാവുന്നത് തന്നെ. മൂത്തവൾക്ക് ഫീസ് കൊടുക്കേണ്ട തീയതി കഴിഞ്ഞു. ഹലോ. കാതങ്ങൾക്കപ്പുറത്തു നിന്ന് ഭാര്യയുടെ ചിലമ്പിച്ച ശബ്ദം. അയാൾക്കതൊരു തേങ്ങൽ പോലെ തോന്നി. എന്താ അച്ചായ ഫോൺ എടുക്കാതെ? എന്തെങ്കിലും കഴിച്ചോ? കൊച്ചിന്റെ ഫീസ് അടയ്ക്കണ്ടേ? ഒറ്റ ശ്വാസത്തിൽ ഒത്തിരി ആവലാതികൾ. അടയ്ക്കാം. അത്രമാത്രം പറഞ്ഞയാൾ ഫോൺ കട്ട് ചെയ്തു. നാളെ രാവിലെ അവൾക്ക് 500 രൂപ മണിയോർഡർ അയക്കണം. മുഷിഞ്ഞു കീറിയ ബാഗിന്റെ ചെറിയ കള്ളിയിൽ കിടന്ന 500 രൂപയുടെ നോട്ട് കയ്യിലെടുത്ത് അയാൾ തിരിച്ചും മറിച്ചു നോക്കി. ഇന്ന് ഉച്ച തിരിഞ്ഞതു മുതൽ വീണ്ടും വീണ്ടും തന്നെ അസ്വസ്ഥതയിലേക്ക് തള്ളിയിടുന്ന നോട്ട്. ഒരു ഭയപ്പാടോടെ മാർട്ടിൻ അത് തന്റെ മൂക്കിനോട് ചേർത്തു. അതേ ഗന്ധം. അയാൾക്ക് തല മരിക്കുന്നതുപോലെ തോന്നി. തൊണ്ടക്കുഴിയിൽ പിറവിയെടുത്തൊരു ഓക്കാനത്തെ അയാൾ ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്കൊഴുകി. നോട്ട് അതേപടി തിടുക്കത്തിൽ ബാഗിലേക്ക് തിരികെ വച്ചയാൾ ആകാശച്ചെരുവിലേക്ക് മിഴികൾ അയച്ചിരുന്നു. പല വീടുകൾ കയറിയിറങ്ങി നടന്നെങ്കിലും കാര്യമായ കച്ചവടമൊന്നും നടന്നിരുന്നില്ല ഇന്നത്തെ പകലിൽ. ചിലർ കൊട്ടി അടച്ചിരിക്കുന്നത് മനസ്സിന്റെ വാതിലുകളാണ്. അതവർ ഒരിക്കലും ഒരു സാധാരണക്കാരന്റെ മുന്നിൽ തുറക്കാറില്ല. കോൺക്രീറ്റ് മതിലുകളും റിമോട്ട് കൺട്രോളിൽ നിയന്ത്രിക്കുന്ന ഗേറ്റുകളും ജീവിത സമരത്തിന് മുന്നിൽ പ്രതിരോധങ്ങൾ തീർക്കുന്നു. ക്ഷീണിച്ചവശനായി നടക്കുന്നതിനിടയിലാണ് ഉച്ചയോടടുത്ത സമയത്ത് മലർക്കെ തുറന്നു കിടക്കുന്ന ഒരു പഴയ ഗേറ്റ് ശ്രദ്ധയിൽപ്പെട്ടത്. തുറന്നിട്ട ഗേറ്റ് ഒരു പതിവ് കാഴ്ചയായിരുന്നില്ല അയാൾക്ക്. മാർട്ടിൻ ഗേറ്റ് കടന്ന് പൂമുഖത്തെത്തി കോളിംഗ് ബെല്ലിൽ മെല്ലെ വിരൽ തൊട്ടു. ഒരു നിമിഷം അയാളുടെ കണ്ണുകൾ പൂമുഖവാതിലിന്റെ മുകളിലേക്ക് പോയി. അയാൾ അന്ന് പോയ വീടുകളിലെല്ലാം പൂമുഖവാതിലിന്റെ മുകളിലായി ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ ചിത്രമോ അറബിയിൽ എഴുതിയ സൂറത്തുകളോ കാണാമായിരുന്നു. പക്ഷേ ഈ വീട്ടിൽ മാത്രം ദാ വരുന്നു. അകത്തുനിന്ന് അല്പം കഴിഞ്ഞപ്പോൾ പതിഞ്ഞൊരു ശബ്ദം. വാതിൽ തുറന്ന് മധ്യവയസ്സ് കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചാണ് പുറത്തേക്ക് വന്നത്. ചുമടിറക്കി വെച്ച് കിതപ്പോടെ നിൽക്കുന്ന മാർട്ടിനെ നോക്കി ഇരുവരും ചിരിച്ചു. തുറന്നിട്ട ഗേറ്റും ഹൃദയം തുറന്ന ചിരിയും. അയാൾക്കെന്തോ അപ്പോൾ കരയാനാണ് തോന്നിയത്. ഞങ്ങൾ ഒരു യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതാണ് വാതിൽ തുറക്കാൻ വൈകിയത്. എന്താണാവോ? സൗമ്യമായ ശബ്ദത്തിൽ പുരുഷ ശബ്ദം. ഞാൻ ഇതുവഴിയൊക്കെ സാധനങ്ങൾ വിൽക്കാൻ വരാറുള്ളതാണ്. ഇവിടെ ഇതാദ്യമാണ്. എന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒന്ന് വാങ്ങിയാൽ വലിയ ഉപകാരമായിരുന്നു. ഇന്ന് കച്ചവടമൊന്നും നടന്നിട്ടില്ല. മാർട്ടിൻ ദൈന്യതയോടെ പറഞ്ഞു നിർത്തി. ഭർത്താവ് ഭാര്യയുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കി. താങ്കൾ തന്നെ ഇഷ്ടമുള്ളത് എന്തെങ്കിലും തന്നേക്കൂ. താങ്കൾ? മാർട്ടിന് തന്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. തന്നെ ആളുകൾ എന്തെല്ലാമാണ് വിളിക്കാറുള്ളത്? ആക്രി, വളപ്പാണ്ടി, പലവക, തുണിപ്പാണ്ടി, അങ്ങനെ ഓരോരുത്തർക്കും തോന്നുന്നത് പോലെ. സ്വന്തം പേര് താൻ തന്നെ മറന്നുപോയ അവസ്ഥ. എന്താണ് ഇവർക്ക് കൊടുക്കുക? ദൈവങ്ങളുടെ ചിത്രങ്ങൾ പലതുണ്ട് കയ്യിൽ. അതിലേതാണ് കൊടുക്കുക? യേശു, കൃഷ്ണൻ, ഗുരുദേവൻ, ഇതുമല്ലെങ്കിൽ അറബിയിൽ എഴുതിയ സൂറത്തുകൾ. അവരുടെ സ്വത്വം വെളിവാക്കുന്ന ഒരടയാളത്തിനായി അയാൾ ഭിത്തിയിൽ തിരിഞ്ഞു. ഇല്ല, ഒന്നും മനസ്സിലാകുന്നില്ല. അയാളുടെ ചിന്തകൾക്ക് അർത്ഥവിരാമമിട്ടവർ ഒരുമിച്ചൊരു ചിത്രം തിരഞ്ഞെടുത്തു. ഗാന്ധിജിയുടെ ചില്ലിട്ടൊരു ചിത്രം. 250 രൂപ. അദ്ദേഹം അത് സന്തോഷത്തോടെ വാങ്ങിയ ശേഷം ഭാര്യയെ ഒന്ന് നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം വായിച്ചെടുത്തതിനാലാവാം തിടുക്കത്തിൽ അകത്തേക്ക് പോയി. അല്പനേരം കഴിഞ്ഞ് തിരികെ വന്നവർ മാർട്ടിന്റെ കയ്യിലേക്ക് ഒരു 500 രൂപ നോട്ട് വച്ചുകൊടുത്തു. അയാൾ തന്റെ ബാഗിൽ ബാലൻസ് കൊടുക്കുവാനുള്ള തിരച്ചിൽ തുടങ്ങി. വേണ്ടാന്നേ, അത് താങ്കൾ വെച്ചോളൂ. അയ്യോ സാർ, ബാക്കിയുണ്ട് തരാം. മാർട്ടിൻ ചില്ലറയ്ക്കായി വെറുതെ തപ്പിപ്പെറുക്കിക്കൊണ്ടിരുന്നു. പോകാനുള്ള സമയമായി. ഇപ്പോൾ തന്നെ കുറച്ചു വൈകി. താങ്കൾ പൊയ്ക്കോളൂ. വീടിന്റെ വാതിലുകൾ അയാൾക്ക് മുന്നിൽ മെല്ലെ അടഞ്ഞു. അയാൾക്ക് അപ്പോഴും അമ്പരപ്പ് മാറിയില്ല. പതിവ് പോലെ നോട്ട് മൂക്കിനോട് ചേർത്ത് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു. തനിക്ക് ചിരപരിചിതമല്ലാത്ത ആ ഗന്ധത്തിൽ അയാൾ തലകുടഞ്ഞു. പിന്നെ മെല്ലെ യാഥാർത്ഥ്യത്തിന്റെ നടുക്കത്തിലേക്ക് കൂപ്പുകുത്തി. അതിരൂക്ഷമായ ഗന്ധം. ഇതെന്താണിങ്ങനെ?
അവിടെ വെച്ച് ഒരിക്കൽ കൂടി മണത്തു നോക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ വീട്ടിലേക്ക് അയക്കുവാനായി ആകെയുള്ളത് ലോകത്തിലെ എല്ലാ ദുർഗന്ധങ്ങളും ഒരുമിച്ച് ചേർന്ന ഈ ഒരേ ഒരു നോട്ട് മാത്രം. വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോഴേക്കും ഇരുൾ പരന്നു തുടങ്ങിയിരുന്നു. നോട്ട് ഭദ്രമായി ബാഗിനുള്ളിൽ വച്ചിട്ടും ആ ഗന്ധം തന്നെ പിന്തുടരുന്നതുപോലെ. നാഗരികതയുടെ കുതിപ്പുകൾക്ക് അരികിലൂടെ ഓരം ചേർന്ന് കിതച്ചു മുന്നോട്ട് നടക്കുന്ന മാർട്ടിന്റെ മനസ്സും അസ്വസ്ഥമായിരുന്നു. നഗരപ്രാന്തത്തിന്റെ റെയിൽവേ കോളനിയിലെ തന്റെ താൽക്കാലിക താവളത്തിലെ കാലൊടിഞ്ഞ കസേരയിലിരുന്ന് ബാഗിൽ നിന്ന് നോട്ട് പുറത്തെടുത്തു. ആവേശത്തോടെയാണ് ഇന്നും കയ്യിൽ വന്നു ചേരാറുള്ള നോട്ടുകൾ മണത്തു നോക്കാറുള്ളത്. ഇന്ന് പതിവില്ലാതെ കൈകൾ വിറയ്ക്കുന്നു. മെല്ലെ 500 രൂപ നോട്ട് മൂക്കിനോട് ചേർത്തതും അസഹ്യതയോടെ അയാളത് വലിച്ചെറിഞ്ഞു. മടക്കുകട്ടിലെ കീറപ്പായിൽ ഇന്ത്യൻ റുപ്പി ഉറങ്ങാതെ കിടന്നു. മകളുടെ ഫീസ് അടയ്ക്കാൻ, വീട്ടുചെലവിന് കൊടുക്കാൻ, തന്റെ ചെലവുകൾക്ക് എല്ലാത്തിനും കൂടി ആകെയുള്ള ഒരു കറൻസി, അതിന്റെ ഗന്ധം. അയാൾ നിസ്സഹായനായി പുറത്തേക്കിറങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്ന ഗുഡ് വാഗൺ സ്റ്റാർട്ട് ചെയ്ത് പരിസരമാകെ കുലുക്കി കുതിച്ചു തുടങ്ങി. ഷെഡിന്റെ തകരമേൽക്കൂര ഒന്നുലഞ്ഞു. എന്തോ ഓർത്തിട്ടെന്ന പോലെ മാർട്ടിൻ വീണ്ടും അകത്തേക്ക് കയറി. ഇനി എല്ലാം വെറും തോന്നലുകളാണെങ്കിലോ? എത്രയോ കശാപ്പുശാലകൾ വഴിയരികിലുണ്ട്. അവിടെ ഏതെങ്കിലും കശാപ്പുകാരൻ വഴി അവർക്ക് കൈമാറി കിട്ടിയ നോട്ടാണെങ്കിലോ? അയാൾ ഒരു പ്രത്യേക മുഖഭാവത്തോടെ കസേരയിൽ ഉറച്ചിരുന്നു. കണ്ണുകൾ ഇറുക്കി അടച്ചുപിടിച്ച് തന്റെ കൈവിരലുകൾ ആഞ്ഞുകടിച്ചു. വിരൽ മുറിഞ്ഞ് ചോരയൊഴുകി. അത് മൂക്കിനോട് ചേർത്ത് പിടിച്ചു. അതെ, മനുഷ്യരക്തത്തിന്റെ ഗന്ധം. നോട്ടിനും തന്റെ രക്തത്തിനും ഒരേ ഗന്ധം. അയാളുടെ പ്രവൃത്തികൾക്ക് അസാധാരണമായ വേഗം കൈവന്ന പോലെ. നോട്ടെടുത്ത് മടക്കി ഉപയോഗിച്ച് തീരാറായ പൗഡർ ടിന്നിന്റെ അടപ്പിനടിയിലൂടെ അകത്തേക്കിട്ടു. നേരം വെളുക്കുമ്പോഴേക്കും ശരിയാകും. എവിടെ നിന്നോ കിട്ടിയ ഒരു ആത്മബലത്തിൽ അയാൾ ഉറങ്ങാൻ കിടന്നു. നേരത്തെ ഉണർന്നിട്ടും ടിൻ തുറന്നു നോക്കാൻ ധൈര്യം വരുന്നില്ല. ബക്കറ്റ് കയ്യിലെടുത്ത് പൊതു ടാപ്പിൽ നിന്ന് വെള്ളം പിടിച്ച് റെയിൽവേ പാളത്തിലൂടെ മുൻപോട്ട് നടന്നു. പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയ മാർട്ടിൻ ധൈര്യം സംഭരിച്ച നോട്ട് പുറത്തെടുത്തു. വിറക്കുന്ന കൈകളോടെ അത് മൂക്കിനോടടുപ്പിച്ചു. ഇല്ല, ഒരു മാറ്റവും വന്നിട്ടില്ല. കൈ പൊള്ളിയാൽ എന്നതുപോലെ നോട്ട് താഴെയിട്ടു. കട്ടിലിന്റെ തലക്കിലിരുന്ന് ഫോൺ വിറയ്ക്കുന്നു. ഭാര്യയാണ് രാവിലെ തന്നെ. കാശ് അയക്കില്ലേ? അവൾക്കിന്ന് ക്ലാസ്സിൽ കയറാൻ കഴിയുമോ എന്നറിയില്ല. ഒട്ടും താമസിക്കില്ലേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അയക്കാം. ഒരു മറുപടിയിലെല്ലാം ഒതുക്കി അയാൾ ഫോൺ കട്ട് ചെയ്തു. അയക്കാം, അയക്കാം, അയക്കണം. കുറേ നേരം അയാൾ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ എങ്ങനെയാണ് രക്തത്തിന്റെ അതിരൂക്ഷ മണമുള്ള ഈ നോട്ട് അയക്കുക? പോസ്റ്റ് ഓഫീസിലെ കൂർത്ത നോട്ടങ്ങൾ മുൻപിൽ തെളിഞ്ഞു വരുന്നു. വയ്യ. രാവിലെ തന്നെ ആള് തുടങ്ങിയ വെയിലിലേക്ക് സാധനങ്ങൾ എടുത്ത് ഇറങ്ങുകയല്ലാതെ വഴിയില്ല. എന്തായാലും മണി ഓർഡർ ഫോം പൂരിപ്പിക്കാം. എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ വേറെ ഒരു നോട്ട് കിട്ടിയാൽ അയക്കാം. പൂരിപ്പിച്ച ഫോം ബാഗിലിട്ട് നിറയെ സാധനങ്ങളുമായി അയാൾ തെരുവിലേക്കിറങ്ങി. ഇല്ല, പല വാതിലുകൾ മുട്ടിയിട്ടും തുറക്കുന്നില്ല. വീണ്ടും വീണ്ടും ഭാര്യയുടെ കോൾ പഴയ ഫോണിനെ അസ്വസ്ഥമാക്കുന്നു. പണം അയക്കാൻ മനസ്സ് വരുന്നില്ല. തോറ്റുപോയ ഒരു പകലിന്റെ ഭാരവും പേറി അയാൾ തിരികെ റെയിൽവേ കോളനിയിലേക്ക് നടന്നു. താൻ വീടിനും കൊള്ളരുതാത്തവനായി എന്ന തോന്നലിൽ അയാൾ നീറി. മറ്റൊരു മാർഗവുമില്ല. രക്തഗന്ധം പരത്തി ബാഗിനുള്ളിൽ കിടക്കുന്ന നോട്ട് മാത്രമാണ് ആശ്രയം. അയാൾ അവസാന പരീക്ഷണത്തിനായി തയ്യാറെടുത്തു. വിൽക്കുവാനായി കരുതിയിരുന്ന ഏറ്റവും മണമുള്ള സോപ്പെടുത്ത് ആ കവറിനുള്ളിൽ 500 രൂപ നോട്ട് ഭദ്രമായി പൊതിഞ്ഞു വെച്ചു. ഈ നോട്ടിന്റെ ഭാവി ഇന്നറിയാം. ഒന്നെങ്കിൽ സാധാരണ പോലെ വിയർപ്പിന്റെയോ മത്സ്യത്തിന്റെയോ എണ്ണയുടെയോ വീടിയുടെയോ പൂവിന്റെയോ ഒക്കെ ഗന്ധമുള്ള ഒരു സാധാരണ നോട്ടായി മാറുക, അല്ലെങ്കിൽ രൂക്ഷഗന്ധം പരത്തി ആർക്കും വേണ്ടാതായി തീരുക. സോപ്പ് കവറിൽ നോട്ട് ഭദ്രമായി പൊതിഞ്ഞു വച്ച അയാൾ ഉറങ്ങാൻ കിടന്നു. ഉറക്കത്തിൽ മാർട്ടിൻ തനിക്ക് നോട്ട് തന്ന ഭർത്താവിനെയും ഭാര്യയെയും പല പ്രാവശ്യം സ്വപ്നം കണ്ടു. മാർട്ടിന്റെ പതിവുകളിലേക്ക് പ്രഭാതം അരിച്ചെത്തി. പ്രഭാത കൃത്യങ്ങൾക്ക് ഇരുളിന്റെ നേർത്ത മറ തേടി പോകുന്നതിന് മുൻപ് തന്നെ അയാൾ സോപ്പ് കൂട് കയ്യിലെടുത്ത് നോട്ട് പുറത്തെടുത്തു. അസഹ്യമായ ഗന്ധം. അത് മുറിയിലും പരിസരത്തുമെല്ലാം പടർന്നതുപോലെ. അയാൾ നോട്ട് മുറിയിൽ ഉപേക്ഷിച്ച് മുറിക്ക് പുറത്തേക്കിറങ്ങി. തിരക്കേറി വരുന്ന തെരുവിലൂടെ ലക്ഷ്യമില്ലാത്തവനെ പോലെ നടന്നു. വിൽപ്പനയ്ക്കായി സാധനങ്ങൾ കയ്യിലില്ലാതെയുള്ള അയാളുടെ നടത്തം കണ്ട പരിചയക്കാർ സൂക്ഷിച്ചു നോക്കി. അയാളെ നന്നായി വിയർക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ മൊബൈലിന്റെ ബെൽ. ആരാണ് വിളിക്കുന്നതെന്ന് നോക്കാനുള്ള ധൈര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ വീടിന്റെ മുൻപിൽ അയാൾ നിന്നു. അവിടമാകെ നിശബ്ദത ചൂഴ്ന്നു നിൽക്കുന്നു. അയാളുടെ കണ്ണുകൾ ഗേറ്റിനെ തലോടി. ഒരു ഞെട്ടലിനൊടുവിൽ അയാൾ തിരിച്ചറിഞ്ഞു. ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുന്നു. താഴിൽ തുണികൊണ്ട് പൊതിഞ്ഞ് സീൽ ചെയ്തിരിക്കുന്നു. കുറേയേറെ ആശങ്കകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി മനസ്സിലേക്ക് തള്ളിക്കയറി വരുന്നു. ആരാ? എവിടുന്നാ? മാർട്ടിനെ കണ്ട് അവിടേക്ക് വന്ന ഒരപരിചിതൻ ചോദിച്ചു. അയാളുടെ ശബ്ദം ഒരു അഗാധ ഗർത്തത്തിൽ നിന്നും എന്ന പോലെ മുഴക്കമുള്ളതായിരുന്നു. നിങ്ങൾ അവരുടെ ആരെങ്കിലും ആണോ? രണ്ടാളുടെയും ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നാട്ടിലേക്ക് കൊണ്ടുപോയല്ലോ. നിങ്ങൾ കഴിഞ്ഞതൊന്നും അറിഞ്ഞില്ലേ? മാർട്ടിൻ ഉത്തരത്തിനു വേണ്ടി പരതവേ അയാൾ വീണ്ടും ഒരു കാര്യം കൂടി പറഞ്ഞു നടന്നു കഴിഞ്ഞിരുന്നു. അതെന്ത് ഇന്ന് മാർട്ടിൻ കേൾക്കുന്നതേ ഉണ്ടായിരുന്നില്ല. അപരിചിതൻ കാഴ്ചയിൽ നിന്ന് മറയും വരെ മാർട്ടിൻ ചലനമറ്റു നിന്നു. ഒത്തിരി നാളുകൾക്ക് ശേഷം അടുത്ത കാലത്ത് തന്നോട്
സ്നേഹത്തോടെ കാരുണ്യത്തോടെ ഇടപെട്ട രണ്ടുപേരുടെ മുഖങ്ങൾ ഈ ഗേറ്റിനപ്പുറം കൺമുൻപിൽ തെളിഞ്ഞു വരുന്നു. താങ്കൾ, വിദൂരതയിൽ നിന്നൊരു ശബ്ദം ഒഴുകി വരുന്നു. അവരും ഈ വീടും പരിസരവും ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങളും. അവർക്കെന്താണ് പറ്റിയത്? തനിക്കവർ തന്നത് കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ നോട്ടാണോ? ആ നോട്ടിൽ നിന്ന് വമിക്കുന്ന രൂക്ഷഗന്ധം അവരുടേതാണോ? ഇപ്പോൾ കണ്ട ഈ അപരിചിതൻ ആരാണ്? അതോ എല്ലാം തന്റെ തോന്നലുകൾ മാത്രമാണോ? ചോദ്യങ്ങൾക്ക് നടുവിൽ നിലതെറ്റി തുടങ്ങിയ അയാൾ അവിടെ നിന്ന് ഓടുകയായിരുന്നു. താങ്കൾ, തന്നെ ആരോ പിന്തുടരുന്നതുപോലെ. ഒളിച്ചേ മതിയാവൂ. മുറിയിലെത്തിയ അയാൾ അലുമിനിയം പാത്രത്തിൽ നിറച്ചു വച്ചിരുന്ന ക്ലോറിൻ ചുവയുള്ള വെള്ളം ആർത്തിയോടെ കുടിച്ചു. ചൂടിൽ പഴുത്ത തകര മേൽക്കൂരയ്ക്ക് കീഴിലെ ചെറിയ മുറി ഒരു ചൂള പോലെ അനുഭവപ്പെട്ടു. അയാൾ ഭ്രാന്തനെ പോലെ നോട്ടിനായി തിരഞ്ഞു. കട്ടിലിന്റെ അടിയിൽ നിന്നും കിട്ടിയ നോട്ട് മാർട്ടിൻ ഒരിക്കൽ കൂടി മണത്തു നോക്കുന്നതിനായി നിവർത്തി. ഭയപ്പാടോടെ നോട്ട് മൂക്കിനോട് ചേർത്തു. ഇല്ല, രക്തത്തിന്റെ രൂക്ഷഗന്ധമില്ല. കടം കയറി മൂടിയതിന് ജീവൻ ഒടുക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ആ വീടിന് പുറത്തു വെച്ച് കണ്ട അപരിചിതന്റെ ശബ്ദം ഇപ്പോൾ കാതുകളിൽ വന്നിരമ്പുന്നു. മാർട്ടിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തന്റെ കണ്ണുനീരിൽ ചോര മണക്കുന്നതായി ഒരു ഞെട്ടലോടെ അയാൾ തിരിച്ചറിഞ്ഞു. കയ്യിലിരുന്ന് വിറച്ച പഴകി മുഷിഞ്ഞ നോട്ടിന്റെ ഒരരികിൽ ഗാന്ധിജിയുടെ ചിരി. ആ മുഖത്തെ വട്ടക്കണ്ണടയ്ക്ക് പിന്നിൽ അനുകമ്പ നിറഞ്ഞ കണ്ണുകൾക്കൊപ്പം തന്നെ നോക്കുന്ന 2 ജോഡി കണ്ണുകൾ. ഒറ്റ നോട്ട്. സിന്ധു തോമസ് അവതരിപ്പിച്ച കഥയാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. കാലത്തിൻ്റെ പുസ്തകത്തിൽ ഒരധ്യായം കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണുടഞ്ഞ സ്വപ്നങ്ങളെയും തുന്നിച്ചേർത്ത പ്രതീക്ഷകളെയും സാക്ഷിയാക്കി മന്ദസ്മിതത്തോടെ കഥാനായകൻ യാത്ര തുടരുന്നു. കാരണം ചില അവസാനങ്ങൾ വെറും വിരാമങ്ങളല്ല, മറിച്ച് പുതിയൊരു തുടക്കത്തിൻ്റെ നാന്ദിയാണ്. കൊഴിഞ്ഞുപോയ ഇലകൾ മണ്ണിലലിഞ്ഞ് പുതിയ വസന്തത്തിന് കാത്തിരിക്കുന്നത് പോലെ നമ്മുടെ കഴിഞ്ഞകാല സ്മരണകൾ വരാനിരിക്കുന്ന നല്ല നാളുകൾക്ക് വളമാകട്ടെ. ഇനിയൊരു പുതിയ പുലരിയാണ്. മഞ്ഞുകണങ്ങളിൽ വെയിൽ മുത്തമിടുന്ന പ്രതീക്ഷകളുടെ പുത്തൻ വെളിച്ചം പടരുന്ന പുതുവർഷം. വാക്കുകൾ കൊണ്ട് നെയ്തെടുത്ത ഈ കഥാപ്രപഞ്ചത്തിൽ നിന്നും തൽക്കാലം വിടവാങ്ങുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും 1000 പൂത്തിരികൾ കത്തട്ടെ. ഇതാ പുതിയൊരു വർഷം വന്നെത്തിയിരിക്കുന്നു. കഴിഞ്ഞ കാലത്തെ കൈപ്പേറിയ വറുതിയുടെ ഓർമ്മകളെ നമുക്ക് വിസ്മൃതിയിലേക്ക് വിടാം. വരാനിരിക്കുന്ന ഈ പുതുവർഷം പട്ടിണിയും പരിവട്ടവുമില്ലാത്ത ഓരോ കുടിലിലും അടുപ്പുകൾ പുകയുന്ന സന്തോഷം വിളമ്പുന്ന ഒരു കാലമായി മാറട്ടെ. ഓരോ മനുഷ്യൻ്റെയും വിശപ്പടക്കാൻ കഴിയുന്ന കരുണയുള്ള കൈകൾ ലോകത്ത് നിറയട്ടെ. മനസ്സിൽ നന്മയുടെ വിത്തുകളും കൈകളിൽ പ്രത്യാശയുടെ കതിർക്കറ്റകളുമായി നമുക്ക് ഈ പുതുവർഷത്തെ വരവേൽക്കാം. ഏവർക്കും വിശപ്പില്ലാത്ത ഐശ്വര്യപൂർണമായ പുതുവത്സരാശംസകൾ. ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 8 മണിക്ക്.